വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ജി മെയിനുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിന് മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ, തുടങ്ങാം. Question number 1. A is equal to 1 0 0 1 1 0 1 1 1. B is equal to A raised to 20. Find the sum of elements of the first column. Find the sum of elements of the first column of B. ബിയിൽ നമുക്ക് എ റൈസ്ഡ് 20 ആ മെട്രിക്സിൽ ഫസ്റ്റ് കോളത്തിൻ്റെ എലിമെൻസിൽ എല്ലാ എലിമെൻസിൻ്റെ സം കാണണം. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എ സ്ക്വയർ എന്ത് വരും നോക്കാം. 1 0 0 1 1 0 1 1 1. ദിസ് ഈസ് എ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ. 1 0 0 1 1 0 1 1 1. ഫസ്റ്റ് റോയിൻ്റെ ഫസ്റ്റ് കോളം 1 0 0 1 into 1 1 into 1 1 into 0 1 into 1 0 1 1 into 0 1 into 0 0 1 into 1 1 1 1. ആഡ് ചെയ്യുമ്പോൾ 3. 1 into 0 1 into 1 1 into 2 0 0 1. നോക്കിയത് ഒരു ലോയർ. ഇപ്പോൾ ഇവിടെ എ സ്ക്വയർ വന്നപ്പോൾ ഇവിടെ നോക്കി. ഇപ്പോൾ ഇവിടെ എ റൈസ് ടു 1 എന്ന് പറയുമ്പോൾ 1 1, ഈ നമ്പർ 1. എ സ്ക്വയർ എന്ന് വരുമ്പോഴോ 2 2. ഇവിടെ 3 ആണ്. 1 + 2 3. എ ക്യൂബും കൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. A cube is equal to 1 0 0 2 1 0 3 2 1 1 0 0 1 1 0 1 1 1. One into 1 1 0 0 2 into 1 1 3 2 into 0 1 into 1 2 into 0 1 into 0 0 into 1 3 plus 2 5 5 plus 1 6 0 2 2 plus 1 3 0 0 1. A raised to 2 and 2 2 2 1 plus 2 3. എ റൈസ് ടു 3 വന്നപ്പോൾ 3 3. ഇവിടെ 1 തന്നെ. ഈ നമ്പർ എന്താ വന്നിരിക്കുന്നത് 6. അവിടെ 1 + 2 + 3. ഇപ്പോൾ എ റൈസ് ടു 4 ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും 1 + 2 + 3 + 4. സം ഓഫ് ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ 4 4 വരും. നമുക്ക് അങ്ങനെ എ റൈസ് ടു 20 എഴുതാം. സിമിലർലി A raised to 20 is equal to 1 0 0 20 1 0 1 + 2 + etc. 20. Sum of first 10 natural numbers in the n into n + 1 divided by 2. 20 into 21 by 2. That is 210. Sum of first n natural numbers. n into n + 1 divided by 2. ഇവിടെ 20. നമുക്ക് എന്താ കാണണ്ടേ സം ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് ദിസ് മെട്രിക്സ് അല്ലേ. ഇപ്പോൾ 1 + 20 21 21 + 210
1, 1 plus 2, 3, 2. So sum of elements answer is 1 plus 20 plus 210. 231. 1 plus 20 plus 210. Second question. A square is equal to 3a plus alpha I. I is an identity matrix. A is a 3 by 3 matrix. അപ്പോൾ ഇവിടെ I എന്തായിരിക്കും? I3 ആയിരിക്കും. A is a 3 by 3 matrix, square matrix. A raised to 4, 21a plus beta I. Find beta. ഇതാണ് ക്വസ്റ്റ്യൻ. A raised to 4. A square into A square. A square. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3a plus alpha I. 3a plus alpha I into 3a plus alpha I. 3 into 3, 9. A into A square. 3 alpha into A into I. 3 alpha into A into I. Alpha square I into I തന്നെ കിട്ടും അല്ലേ? 9a square. A into A. 3 alpha plus 3 alpha. 6 alpha A plus alpha square I. നമുക്ക് ഈ A സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9 into within the bracket 3a plus alpha I plus 6 alpha A plus alpha square I. Bracket open, we get 27a. 9 alpha I plus 6 alpha A plus alpha square I. ഇത് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. A ഇൻറ്റു I എന്നുള്ളിടത്ത് നമ്മൾ A എഴുതി. നമുക്ക് A റൈസ്റ്റ് 4 എന്താ തന്നിരിക്കുന്നത്? നമുക്ക് കിട്ടിയത് A റൈസ്റ്റ് 4 അല്ലേ? നമുക്ക് A റൈസ്റ്റ് 4ന് പകരം തന്നിരിക്കുന്ന റിസൾട്ട് കൊടുക്കുക. 21a പ്ലസ് ബീറ്റ I ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിത് A ഗ്രൂപ്പ് ചെയ്യാം. 27 പ്ലസ് 6 ആൽഫ, 9 ആൽഫ I പ്ലസ് ആൽഫ സ്ക്വയർ I. 9 alpha A, 9 alpha, 27a plus 9 alpha I. ഇവിടെ എയുടെ കോഎഫിഷ്യൻ്റ് എന്താ ലെഫ്റ്റിൽ? 21. 27a പ്ലസ് എ വേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. 27 plus 6 alpha that is equal to 21. Alpha is equal to 21 minus 27 minus 6. Minus 6 by 6. 1. Coefficient of I. Here beta is equal to 9 alpha plus alpha square. Replace alpha by substituting alpha by -1. Minus 9 plus 1. Minus 8.
A is equal to matrix x 1 1 0, x element R. A raised to 4, matrix A I J, A 1 1, first row first column, element is 109. Find A 2 2. ഇതാണ് ക്വസ്റ്റ്യൻ. A11 തന്നിട്ടുണ്ട്, A22 കാണും. ആദ്യം A സ്ക്വയർ കാണാം. x 1 1 0, x 1 1 0, x square plus 1, first row into first column, x into 1 plus 1 into 0, 1 into x plus 0, 1 into 1, A raised to 4, A square x square plus 1 x 1, x square plus 1 the whole square plus x square, x square plus 1 into x plus x, x into x square plus 1 plus x, x square plus 1. ഫസ്റ്റ് നമ്മൾ എ സ്ക്വയർ കണ്ടു, പിന്നെ എ റൈസ്ഡ് 4 എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. നമുക്ക് തന്നിരിക്കുന്നത് എന്ത്? A11 ഈസ് ഈക്വൽ ടു 109. ഇവിടെ A11 എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. നമുക്കിത് 100ഉം ഇത് 9ഉമായിട്ട് എടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10. x square is equal to 9. 10 square. X square 9. 9 plus 1 10. So x is equal to 3. X square plus 1 the whole square, that is 10 square 100. X square 9. 100 plus 9 109. Here you have to find A22. A22 is equal to x square plus 1, that is 9 plus 1 10. അല്ലെങ്കിൽ x square plus 1 10 ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 9 കൊടുക്കുകയാണ്, 9 plus 1 10. So answer is 10. Question number 4. Let A be a symmetric matrix of order 2 with integer entries. If the sum of the diagonal elements of a square is 1, then the possible number of such entries സിമ്മെട്രിക് ആണ്. ഓർഡർ 2 2 by 2 മെട്രിക്സ് ആണ്.
അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സം ഓഫ് ദ ഡയഗണൽ എലിമെൻറ്റ്സ് A11 + A22 ഓഫ് A square ഈസ് 1. ദെൻ the possible number of such matrices and such matrices, such entries. A is equal to X, Y, Y, Z. അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്യാം. സിമെട്രിക് ആണ്, 2/2 ആണ്. അപ്പോൾ ഇവിടെ എക്സ് വൈ ആകുമ്പോൾ ഇങ്ങോട്ട് എക്സ് വൈ. ഇനി A square, സം A square നമുക്ക് കാണാം. എക്സ് വൈ, വൈ ഇസഡ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് വൈ എക്സ് പ്ലസ് ഇസഡ് വൈ വൈ സ്ക്വയർ പ്ലസ് വൈ ഇസഡ്. സോറി, ഇസഡിൻ്റെ ഇസഡ് ഇസഡ് സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് വൈ എക്സ് പ്ലസ് ഇസഡ് വൈ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. Sum of the diagonal elements of A square is 1. This plus this. X square plus y square plus z square is equal to 1. X square plus 2y square plus z square, that is equal to 1. Put x is equal to y is equal to 0. We get z square is equal to 1. Z is equal to plus or minus 1. x 0 z 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് y എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 1/√2 ആണ് വരുന്നത്. സം ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ് നമുക്ക് എന്ത് കിട്ടത്തില്ല? 1 കിട്ടത്തില്ല. എക്സ് 0 വൈ 0 ഇസഡ് 0 കൊടുത്താൽ വൈ സ്ക്വയർ 1 വരും. എക്സ് വൈ വൈ ഇസഡ്, അപ്പോൾ അവിടെ ഡയഗണൽ എലിമെൻറ്റ്സ് വരുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. എക്സ് 0 ഇസഡ് 0, വൈ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 1/√2. പിന്നെയുള്ളൊരു പോസിബിലിറ്റി എന്താ? വൈ 0 ഇസഡ് 0. y 0 z 0 x is equal to plus or minus 1. ഇവിടെ A be a symmetric matrix of order 2 with integer entries എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇത് ഇൻറ്റിജർ അല്ല അല്ലേ? അപ്പം നമുക്കതുകൊണ്ട് അതിന് ആ ഒരു പോസിബിലിറ്റി, നമുക്ക് ഈ ഒരു കേസ് വേണ്ട. അപ്പം നമുക്ക് ഏതൊക്കെ വരാം? z പ്ലസ് ഓർ മൈനസ് 1 വരാം, എക്സ് പ്ലസ് ഓർ മൈനസ് 1 വരാം. മെട്രിക്സ് നമുക്ക് ഏതൊക്കെ വരാം? എക്സ് വൈ വൈ ഇസഡ്. അപ്പം ഇവിടെ എക്സും വൈയും 0, ഇസഡ് 1 വരാം. സീറോ 0 0 മൈനസ് 1. ഡയഗണൽ എലിമെൻസിൻ്റെ സ്ക്വയറിൻ്റെ സം ഓഫ് ദി ഡയഗണൽ എലിമെൻറ്റ്സ് ഓഫ് എ സ്ക്വയർ, അത് നമുക്ക് 1 കിട്ടുന്നുണ്ട് അല്ലേ? കാരണം എ സ്ക്വയറിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, അത് 1 വരുന്നുണ്ട്, ഇത് 1 വരുന്നുണ്ട്. ഇനി അടുത്തത് വൈ 0 ഇസഡ് 0 എക്സ് പ്ലസ് ഓർ മൈനസ് 1 1 0 0 0 മൈനസ് 1 0 0 0. ഇപ്പം എത്ര മെട്രിസസ് ഉണ്ട്? 1 2 3 4. ആൻസർ 4 മെട്രിസസ്. അപ്പം നമ്മൾ ഇതെടുക്കാത്തത് ഇൻറ്റിജർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് 4 മെട്രിസസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 5. If A is a 3 by 3 non-singular matrix, നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഡിറ്റർമിൻ്റ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 വരണം. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ്റ് മെട്രിക്സിൻ്റെ ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ് വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. നോൺ സിംഗുലർ ഡിറ്റർമിൻ്റ് നോട്ട് ഈക്വൽ ടു 0. നോൺ സിംഗുലർ മെട്രിക്സ് സച്ച് ദാറ്റ് A dash A and B is equal to A inverse A dash. A dash means transpose, inverse. Then B dash. അതാണ് കാണേണ്ടത്. രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. A, I, 4 ഓപ്ഷൻസ് ഉണ്ട്. B dash. B എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ എഴുതാം A ഇൻവേഴ്സ് A ഡാഷ്. B ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എ ബി ദ ഹോൾ ഡാഷ് നിങ്ങൾക്ക് അറിയാമല്ലോ. B ഡാഷ് A ഡാഷ് എന്നാണ് അല്ലേ. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പം A ഡാഷ് ഡാഷ് ഇൻറ്റു A ഇൻവേഴ്സ് ഡാഷ്. A ഡാഷ് ഡാഷ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് വീണ്ടും നമ്മൾ എഗെയിൻ ട്രാൻസ്പോസ് എന്ത് എ തന്നെ വരും. എ ഇറ്റ് സെൽഫ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ഡാഷ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഡാഷ് എ നമുക്ക് എങ്ങനെ വന്നിട്ടുണ്ട്? എ ഡാഷ്. That is equal to A inverse into A. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അതും കൂടി ഇൻറ്റു ചെയ്ത് എപ്പോഴും എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ ഡാഷ് ഇൻറ്റു എ ഇൻവേഴ്സ് ദ ഹോൾ ഡാഷ്. I ഇൻറ്റു എ ഡാഷ് എ ഇൻവേഴ്സ് ദ ഹോൾ ഡാഷ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻവേഴ്സ് ഇൻറ്റു എ ദ ഹോൾ ഡാഷ് എന്ന് എഴുതാമല്ലോ. എ ബി ദ ഹോൾ ഡാഷ് വരുമ്പോൾ ബി ഡാഷ് എ ഡാഷ് വരും അല്ലേ. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കി എ ഡാഷ് എ ഇൻവേഴ്സ് ഡാഷ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഐ ഡാഷ് എന്താ? ഐഡൻറ്റിറ്റി മെട്രിക്സ്. Question number 6. If P, Q, R are 3 real numbers, satisfies the matrix PQR. Three, 4, 1, 3, 2, 3, 2, 0, 2, 3, 0, 1. Find 2P plus Q minus R. That's the question. 2P plus Q minus R. Okay, then into നോക്കാം. ഫസ്റ്റ് റോ ദിസ് ഈസ് 1/3 മെട്രിക്സ്, ദിസ് ഈസ് 3/3 മെട്രിക്സ്. ഒരു 1/3 മെട്രിക്സും 3/3 മെട്രിക്സും നമുക്ക് ഇൻറ്റു ചെയ്യാമല്ലോ. ഇത് രണ്ട് സെയിം ആണ്. കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 1/3 മെട്രിക്സ് കിട്ടും. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3P plus 3Q plus 2R.
ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 4p പ്ലസ് 2q പ്ലസ് r ഇൻറ്റു 0 0. p ഇൻറ്റു 1 3q പ്ലസ് 2r that is equal to 3 0 1. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം p ഇൻറ്റു 3 പ്ലസ് q ഇൻറ്റു 3 പ്ലസ് r ഇൻറ്റു 2 p ഇൻറ്റു 4 പ്ലസ് q ഇൻറ്റു 2 r ഇൻറ്റു 0 0 ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. p ഇൻറ്റു 1 q ഇൻറ്റു 3 പ്ലസ് r ഇൻറ്റു 2 that is equal to this. ത്രീ പി പ്ലസ് 3q പ്ലസ് 2r is equal to 3. കമ്പയർ ചെയ്യാം. 3p പ്ലസ് 2q പ്ലസ് 2. Question number 1. 4p plus 2q is equal to 0. p plus 3q plus 2r is equal to 1. Equation 1 minus equation 2. Equation 1 minus equation 2. നിങ്ങൾ മനസ്സിൽ പെട്ടെന്ന് ചെയ്തു വേണം. ഞാൻ പിന്നെ അങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നുണ്ട്. 3q ക്യാൻസൽ 2r ക്യാൻസൽ 3p മൈനസ് p 2 p ഈസ് ഈക്വൽ ടു 1. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 2q ഈസ് ഈക്വൽ ടു -4 q ഈസ് ഈക്വൽ ടു -2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ p 1 3q -6 പ്ലസ് 2r is equal to 1. 2r is equal to 6 മൈനസ് 5 റൈറ്റ് സൈഡിൽ പോകും പ്ലസ് r is equal to 3. ഇനി നമുക്ക് എന്താ കാണണ്ടേ? 2p പ്ലസ് q മൈനസ് r 2 ഇൻറ്റു 1 2 q മൈനസ് 2 മൈനസ് 3 2 ക്യാൻസൽ. സോ ആൻസർ ഈസ് -3. Number 7. If A is a skew symmetric matrix, satisfies the relation a square plus I 0, then a dash a is a skew symmetric. Skew symmetric എന്ന് പറഞ്ഞാൽ എന്താ? a dash is equal to minus a. Symmetric എന്ന് പറഞ്ഞാൽ a dash is equal to a. Skew symmetric means a dash is equal to minus a. a square plus I 0. a square is equal to minus I. a square ഇനി നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻറ്റു a. നമുക്ക് -1 മൾട്ടിപ്ലൈ ചെയ്യാം. a ഇൻറ്റു -a is equal to I. ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം ഈ -aക്ക് പകരം നമുക്ക് ഇവിടെ എന്തെഴുതാം? a ഡാഷ് എഴുതാം അല്ലേ? നമുക്ക് കാണേണ്ടത് എന്താ? a ഡാഷാണ്. ഇംപ്ലൈസ് a ഇൻറ്റു a ഡാഷ് ഈസ് ഈക്വൽ ടു I. ആൻസർ I. അപ്പോൾ ഇവിടെ -aക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? a ഡാഷ്. a ഇൻറ്റു a ഡാഷ് ഈസ് ഈക്വൽ ടു I. Question number 8. Let A and B. Assertion and reason അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
two matrices, two symmetric matrices, sorry. Of order 3. Statement 1. A into BA and AB into A are symmetric matrices. Statement 2. AB is symmetric. AB is symmetric if AB is symmetric. This matrix is commutative. If AB is symmetric, the matrix multiplication of A with B is commutative. Matrix multiplication of B is commutative. Commutative എങ്കറിയാലോ എ ബി ഈസ് ഈക്വൽ ടു ബി എ. പക്ഷെ മെട്രിക്സിൻ്റെ കേസിൽ എന്താണ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഇവിടെ ഓപ്ഷൻ ഞാനെല്ലാം എഴുതുന്നില്ല, വായിക്കാം. എ 1 and 2 are true, but 1 is not a but 1 and 2 are true, but 2 is not a correct explanation of A. First statement. B 1 is true, 2 is false. 3 option 3 1 is false, 2 is true. Option D 1 and 2 are true. Second is a correct option, correct explanation for statement 1. നോക്ക് ഇവിടെ A and B are two symmetric matrices of order 3 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ഇൻറ്റു സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എ ഡാഷ് ഇസ് ഈക്വൽ ടു എ, ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി. ഇതിൽ എ ഇൻറ്റു ബി എ ആൻഡ് എ ബി ഇൻറ്റു എ ആർ സിമെട്രിക് മെട്രിസസ് എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ ഇൻറ്റു ബി എ ദ ഹോൾ ഡാഷ്, ബി എ നമുക്കൊരു സിംഗിൾ മെട്രിക്സ് ആയിട്ട് എടുക്കാം. ബി എ ദ ഹോൾ ഡാഷ് ഇൻറ്റു എ ഡാഷ്. ബി എ ദ ഹോൾ ഡാഷ് എന്താ, എ ഡാഷ് ബി ഡാഷ്, ദാറ്റ് ഈസ് എ ബി എ. എ ഇൻറ്റു ബി എ ദ ഹോൾ ഡാഷ് എന്ത് കിട്ടി, എ ബി എ. എ ബി എ ഈസ് സിമെട്രിക്, അത് കറക്റ്റാണ്. ഇനി നമുക്ക് എ ബി ഇൻറ്റു എ ചെക്ക് ചെയ്യാം. എ ഡാഷ് ഇൻറ്റു എ ബി ദ ഹോൾ ഡാഷ്, എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ഇൻറ്റു എ. എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് എല്ലാം എന്തായിട്ട് മാറും, എ ബി എ. ഇത് രണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി ഇവിടെ സിമെട്രിക് മെട്രിക്സ് എ ബി ഇസ് ഈക്വൽ ടു ബി എ വരണം എന്നില്ല. ഈ റിസൾട്ട് വരണമെന്ന് വേണം, വേണ്ട, മസ്റ്റല്ല. എ ബി ഈസ് സിമെട്രിക് മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വിത്ത് ബി ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അത് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്. എ ബി ദ ഹോൾ ഡാഷ്, ബി ഡാഷ് എ ഡാഷ്, ഇവിടെ ബി എ. എ ബിയും ബി എയും കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി എ എന്നുള്ളത് എ ബി എന്ന് പറയാം അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ, സെക്കൻഡ് കറക്റ്റാണ്. ഇഫ് എ ബി ഈസ് സിമെട്രിക് മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വിത്ത് എ വിത്ത് ബി ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എ ബിയും എ ബി ഈസ് ഈക്വൽ ടു ബി എ വന്നാൽ മാത്രമേ
എ ബി ദ ഹോൾ ഡാഷ് എന്ത് വരുള്ളൂ? എ ബി വരത്തുള്ളൂ. അപ്പോൾ എ ബി സിമ്മെട്രിക് ആകത്തുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റാണ്, ഫസ്റ്റും കറക്റ്റാണ്. പക്ഷേ ഫസ്റ്റിനുള്ള എക്സ്പ്ലനേഷൻ അല്ല സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ട്രൂ, ബട്ട് സെക്കൻഡ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് വൺ. അതാണ് ആൻസർ. ഞാൻ ആൻസർ മാത്രം ഓപ്ഷനിലെ സെൻറ്റൻസ് ഒന്ന് എഴുതാം. 1 and 2 ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതാത്തതുകൊണ്ട് ആൻസർ എഴുതും. 1 and 2 സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ ആൻഡ് 2 ഈസ് ദി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഇതാണ് ആൻസർ. രണ്ട് കറക്റ്റാണ്, പക്ഷേ ഫസ്റ്റിലേക്കുള്ള എക്സ്പ്ലനേഷൻ അല്ല. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഡിറ്റർമിൻ്റ് മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കട്ടെ. ഡിറ്റർമിൻ്റ് ഇടാം. ഇങ്ങനെ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഇടുന്നത്. 2 കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു ചാപ്റ്റർ വൈസ് ഇടണമെന്ന് പറഞ്ഞിരുന്നു. നാളെ സെപ്റ്റംബർ 1 അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.